السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി രഹസ്യപരസ്യ ജീവിതങ്ങളെ ഒരുപോലെ ക്രമീകരിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്റെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് മഹാന്മാരായ പ്രവാചകന്മാരെ അയച്ചത് അന്ധകാരങ്ങളിൽ നിന്ന് സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് സമാധാനത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുവാനും പരസ്പരം സ്നേഹവും ഇണക്കവുമെല്ലാം നിലനിർത്തുവാനുള്ള നിയമങ്ങളും അധ്യാപനങ്ങളും ആയിട്ടാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാചകനെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ പ്രവാചകന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ തുടർച്ചയും അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണവുമായിക്കൊണ്ടാണ് ശേഷമുള്ള പ്രവാചകന്മാർ വരാറുള്ളത്. കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ വിശ്വാസങ്ങളെയോ അവർ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറകളെയോ തകർത്തുകൊണ്ടല്ല പുതിയ പ്രവാചകൻ വരാറുള്ളത്. മറിച്ച് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെ ഒരു തുടർച്ചയെന്നോണം അവർ പഠിപ്പിച്ച അധ്യാപനങ്ങളുടെ മറ്റൊരു രൂപത്തിൽ അതിനെ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്ന രൂപത്തിലാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം വന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിലെ 46-ാമത്തെ ആയത്തിൽ കാണാം, വഖഫൈനാ അലാ ആസാരിഹിം ബിഈസ ഇബ്നു മറിയമ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത്. ഈസാ നബി അലൈഹിസ്സലാമിനെ അവർക്ക് ശേഷം നാം തുടർത്തി. ഏത് നിലക്കാണ് ഈസാ നബി അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാമിന്റെ ശേഷം വന്നത്? മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശങ്ങളെ എതിർത്തുകൊണ്ടല്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്ത ആശയങ്ങൾക്ക് വിപരീതമായി കൊണ്ടല്ല, മറിച്ച് ഈസാ നബി അലൈഹിസ്സലാം വന്നത് മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നവനായ നിലയിലായിരുന്നു. ലിമാ ബൈന യദൈഹി, അദ്ദേഹത്തിന്റെ മുമ്പുള്ള മിന തൗറാത്തി, തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നത്. വആതൈനാഹുൽ ഇൻജീല, നാം അദ്ദേഹത്തിന് ഇൻജീൽ നൽകുകയുണ്ടായി. ഫീഹി ഹുദം വനൂർ, ആ ഇൻജീലിൽ സന്മാർഗ ദർശനമുണ്ട്, പ്രകാശമുണ്ട്. വമുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിന തൗറാത്ത് വഹുദൻ വമൗഇദതൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സതുപദേശമുണ്ട്, മാർഗദർശനമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കാല ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന വചനങ്ങളും ഇൻജീലിലുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കാല പ്രവാചകനെ സത്യപ്പെടുത്തി അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ആര് വന്നത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ഇവരുടെ എല്ലാം തുടർച്ചയും പൂർത്തീകരണവുമായി കൊണ്ടാണ് ഖാത്തമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരുടെ പരിസമാപ്തി കുറിച്ച് കൊണ്ടുവന്നതാണ്. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവരൊക്കെ ഇവിടെ നട്ടുവളർത്തിയിട്ടുള്ള ആദർശത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. അവിടുന്ന് തന്നെ ഈ ലോകത്തോട് പറഞ്ഞു, ജനങ്ങളെ, ഇന്ന മസലീ വമസലൽ അംബിയാഇ മിൻ ഖബ്ലി, എന്റെയും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരെയും കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ് പറയേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്റെ ഉപമ, അതുപോലെ എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ഞാനും തമ്മിലുള്ള ബന്ധത്തെ ഒരു ഉപമാരൂപത്തിൽ എങ്ങനെയാണ് പറയേണ്ടത്? റസൂലുള്ള ഒരു ഉപമ പറയുകയാണ്, കമസലി റജുലിൻ, ഒരാളെ പോലെ. അയാൾ എന്ത് ചെയ്തു? ബനാ ബൈതൻ, അയാളൊരു വീടുണ്ടാക്കി, ഒരാൾ ഒരു ഭവനമുണ്ടാക്കി. അയാൾ ഏറ്റവും ഭംഗിയായ നിലക്ക് ആ വീട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുണ്ടാക്കി, നല്ല രൂപത്തിൽ വളരെ അലങ്കാരമുള്ള നിലക്ക് ഒരു വീടുണ്ടാക്കി. എന്നിട്ടോ ആ വീട്ടിന്റെ പരിസരത്തേക്ക് അങ്ങനെ ആ വീടുണ്ടാക്കി, വളരെ ഭംഗിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇല്ല ആ വീടിന്റെ ഒരു കോർണറിൽ, ഒരു മൂലയിൽ ഒരു ഇഷ്ടികക്കല്ല് വെക്കേണ്ട സ്ഥലം മാത്രം ഒഴിച്ചു. ബാക്കിയെല്ലാം വളരെ ഭംഗിയാണ്, വളരെ പരിപൂർണമാണ്. പക്ഷെ ഒരു ഹോൾ ഇങ്ങനെ കാണാനുണ്ട്, ഒരു ഇഷ്ടികക്കുള്ള ഒരു സ്ഥലം ഒഴിച്ചിട്ടുകൊണ്ടാണ് ആ വീട് പണിതയാള് വീട് പണിതിട്ടുള്ളത്. അങ്ങനെ ആളുകളൊക്കെ കൗതുകത്തോടെ ഈ വീടിങ്ങനെ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. ഒരു അത്ഭുതം കൂടി, എത്ര മനോഹരമായ വീട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അവസാനം ആ മൂലയിലെത്തിയപ്പോൾ ഒരു ഹോള്, ഒരു ഇഷ്ടികയുടെ സ്ഥലം മാത്രം ഒഴിച്ചു കണ്ടപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, ഈ ഒരു ഇഷ്ടിക കൂടി ഇവിടെ തികച്ചു വെച്ചിരുന്നുവെങ്കിൽ എത്ര സമ്പൂർണമാകുമായിരുന്നു ഈ വീട്, എത്ര മനോഹരമാകുമായിരുന്നു ഈ വീട് എന്ന് ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളെ, ഞാനാണ് ഇഷ്ടിക. അവിടെ ഇനി ഫില്ല് ചെയ്യേണ്ട ഇഷ്ടികയുടെ സ്ഥാനം അതാണ് എനിക്കുള്ളത്. എന്റെ വരവോടുകൂടെ അതും ഫില്ല് ചെയ്തു. ഇസ്ലാമാകുന്ന മണിമാളിക, ഇസ്ലാമാകുന്ന സുന്ദരമായ ഭവനം, ഇസ്ലാമാകുന്ന ഒരാൾക്കും തകർക്കാനാവാത്ത നിലക്കുള്ള ഭദ്രവും മനോഹരവുമായ കോട്ട, ആ കോട്ടയുടെ സകല നിയമങ്ങളും മറ്റുള്ള പലരാലും പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും എന്റെ വരവിന്റെ ഒരു ഭാഗം അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതെന്റെ വരവോടുകൂടെ പൂർത്തിയായി. ഇനി മനോഹരമായ ഭദ്രമായ ഈ കോട്ടക്കകത്തേക്ക് അതിക്രമങ്ങളോ ഇതിനെ നശിപ്പിക്കാനുള്ള പ്രവണതകളോ ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണെന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ നിലക്ക് മുൻകഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന പ്രവണതയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. അതാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയതോടൊപ്പം വരാനിരിക്കുന്ന തന്റെ ശേഷക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും സന്തോഷവാർത്ത അറിയിക്കാൻ മറന്നിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞതായി അല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ റസൂൽ നമുക്ക് കാണാം. ഈസ നബി അലൈഹിസ്സലാം നിയുക്തനായ ഇസ്രായേൽ മക്കളോട് അദ്ദേഹം പറയുന്നുണ്ട്, യാ ബനീ ഇസ്രായീല, ഓ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ ദൂതനാണ്. മുസദ്ദിഖൽ ലിമാ ബൈന യദയ്യ മിനൽ തൗറാത്ത്, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ടും തീർന്നില്ല, വരാനിരിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ആക്ഷേപിക്കരുത്. ആ ആളെ കുറിച്ച് സുവിശേഷം പറയാനും കൂടിയാണ് ഞാൻ വന്നത്. വമുബശ്ശിറൻ ബിറസൂൽ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും പരസ്പരം ഏതൊരു പ്രവാചകന്മാരും കഴിഞ്ഞുപോയവരെ കുറിച്ചും വരാനിരിക്കുന്നവരെ കുറിച്ചും ആദരവോടെ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മുടെ പ്രവാചകൻ വലുത്, മറ്റുള്ള പ്രവാചകന്മാരൊക്കെ മോശക്കാര് എന്ന അർത്ഥത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല എന്ന്. ആ അർത്ഥത്തിൽ ഒരു പ്രവാചകനെയും നിങ്ങൾ അമ്പിയാക്കൾക്കിടയിൽ നിങ്ങൾ ശ്രേഷ്ഠത പറയരുത്. എങ്ങനെ ഒരാളെ ഇടിച്ചുതാഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ പ്രത്യേകതകളുണ്ട്. അതൊക്കെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളാണ്. പ്രവാചകന്മാർ എല്ലാവരും ഒരേ പദവിയിലല്ല. ചില പ്രവാചകന്മാർക്ക് അള്ളാഹു ചിലരേക്കാൾ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നേരിട്ട് സംസാരിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ഒട്ടേറെ പദവികൾ നൽകി അനുഗ്രഹിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ആ പദവികളെയും ആ ബഹുമാനങ്ങളെയും എടുത്തു പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകനെ ഇകഴ്ത്തുക എന്ന ഒരല്പമെങ്കിലും മാനസികമായ ഒരവസ്ഥയിൽ ഒരാൾ എത്തിച്ചേർന്നാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് വിശ്വാസികൾ അവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ അവർ ചെല്ലുന്ന ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ എന്നിങ്ങനെ പറയണല്ലോ ഉറങ്ങുന്നതിന്റെ മുമ്പ്. നമ്മളൊക്കെ അത് പറയാറുണ്ടോ ഇല്ലേ എന്നൊരു സ്വന്തത്തോടൊന്ന് ചോദിക്കേണ്ട വിഷയമാണ്. ഉറങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ പറയുന്ന ആയത്തുകളിൽപ്പെട്ടതാണ് ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ആ ആയത്തുകളിൽ നമ്മുടെ ഈമാനിന്റെ പ്രഖ്യാപനം, നാം ഏറെ സ്നേഹിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ മുമ്പ് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഞങ്ങൾ എല്ലാത്തിലും ഞങ്ങൾ വിശ്വസിച്ചവരാണ്. അള്ളാഹുവിന്റെ ദൂതന്മാർക്കിടയിൽ ഒരാൾക്കിടയിലും ഞങ്ങളൊരു വിവേചനം കൽപ്പിക്കില്ല. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതേ അവസരത്തിൽ മറ്റുള്ള മതവിശ്വാസികളൊക്കെ ചില പ്രവാചകന്മാരെ അംഗീകരിച്ച് വേറെ ചില പ്രവാചകന്മാരെ അധിക്ഷേപിക്കുകയും മോശപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ ഈസാ നബി അലൈഹിസ്സലാമിനെ ജാരസന്താനം എന്നിവരെ പറഞ്ഞുകൊണ്ട് മഹാദല്ലാഹ് ആക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഈ ഭാഗം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. അവിടുത്തെ വിവാഹ ജീവിതത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തേതായ സ്വകാര്യ ജീവിതത്തിന്റെ ഏടുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭീകരനായി ചിത്രീകരിക്കുന്നുണ്ട്. എല്ലാം ഇസ്ലാമിന്റെ ഭാഷയിൽ ഹറാമാണ്, കുഫ്റാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാരെയും അവർ മഹാന്മാരായി കാണുന്നു. ഒരു പ്രവാചകന്മാർക്കിടയും അവർ വിഭാഗീയതയും വിവേചനവും കാണുന്നില്ല.
അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ള പ്രത്യേകതകൾ, പ്രവാചകന്മാർക്കിടയിലുള്ള മഹത്വങ്ങൾ പറയുമ്പോൾ പോലും ഏതെങ്കിലും ഒരു പ്രവാചകനെ ഇടിച്ചു താഴ്ത്തുക എന്ന ഒരു ചിന്ത പോലും ഒരു മുസ്ലിമിന് വന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ നിലക്ക് ഏത് മതവിശ്വാസികളും മറ്റൊരു പ്രവാചകനെ തെറി പറയുന്നതും കാർട്ടൂൺ വരക്കുന്നതും അതുപോലെ തന്നെ അത് സോഷ്യൽ മീഡിയകളിലൂടെയോ ഏതിലൂടെയാണെങ്കിലും കടുത്ത കുറ്റമായിട്ട് തന്നെയാണ് ഈ രാജ്യവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള പിഴയും ധാരാളം കാലം ജയിൽ ശിക്ഷയും നൽകാവുന്ന കുറ്റമായി അത് ഏത് വിധത്തിലാണെങ്കിലും മഹാന്മാരെ ആ നിലയ്ക്ക് അധിക്ഷേപിക്കുന്നത്, അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത്, ചിത്രീകരിക്കുന്നത് വളരെ കടുത്ത കുറ്റമായി തന്നെ ഈ രാജ്യത്തും നിയമം വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ നിയമം വളരെ കൃത്യമായി തന്നെ നാം പാലിക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാരായ പ്രവാചകന്മാർക്കിടയിൽ നമ്മളിപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആരെങ്കിലും എന്തെന്ന് പറഞ്ഞാൽ നമുക്കതിന് നേരെ ദേഷ്യം പിടിച്ചിട്ട് ഈസാ നബിനെ വല്ലതും പറയാൻ പറ്റുമോ? പാടില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഒരു യഹൂദി നമ്മെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ല. കാരണം അവരുടെ ആദർശം വേറെ, നമ്മുടെ ആദർശം വേറെ. നമ്മൾ എല്ലാ നബിമാരെയും ഒരുപോലെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ആർക്കിടയിലും ഉച്ചനീചത്വം നമ്മൾ വിവേചനം കാണുന്നില്ല. അത് ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാം പറയുന്നത് എന്താണ്? സമാധാനാന്തരീക്ഷത്തിൽ ഇവിടെ ഇസ്ലാമിന്റെ പ്രബോധനം നടക്കണം. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ വേളയിൽ ഒരു കാലത്തും നിർബന്ധിച്ച് നീ ഇപ്പോൾ കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകണമെന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിയുടെ സമാധാനത്തോടെ ഇസ്ലാമിന്റെ സുന്ദരമായ അതിന്റെ തൗഹീദ് മുതൽ അതിന്റെ ഏറ്റവും ശാഖ അടിത്തറയായി ഉള്ള കാര്യങ്ങൾ അവസാനം ഏതൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം അത് സമാധാനത്തോടുകൂടെ സമൂഹത്തോട് പറയും. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും നിർബന്ധിപ്പിക്കില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. നീ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചില്ല, നിന്നെ കൊന്നുകളയും, നിന്റെ ആരാധനാലയങ്ങൾ ഞങ്ങൾ തകർക്കും, നിന്റുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങൾ നശിപ്പിച്ചും ബോംബ് വെക്കും. ഇസ്ലാമിന് അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇസ്ലാം അതിന്റെ നിയമങ്ങളെ സമാധാനത്തോടുകൂടെ സമൂഹത്തോട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വളരെ വ്യക്തമാണ്. സൂറത്ത് അൽ കഹ്ഫിലും അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറൻ ഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീഥു യുഗാഥു ബിമാഇൻ കൽമുഹ്ൽ യശ്വി വുജൂഹ് ബിഇസ ശറാബ് വസാഅത് മുർതഫഖാ. ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നീ സത്യം അങ്ങ് പറഞ്ഞു കൊടുത്തു, ഹഖ് പറഞ്ഞു കൊടുത്തു. നിന്റെ റബ്ബിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സത്യം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയും. ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നു തള്ളിക്കളഞ്ഞോട്ടെ. പക്ഷേ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. അക്രമികളായ ആളുകൾ ഈ സത്യമൊക്കെ കേട്ടിട്ടും അത് അംഗീകരിക്കാത്ത, അതിനെതിരെ വീണ്ടും നിഷേധഭാവം കൈക്കൊള്ളുന്ന ആളുകൾ, ഇവിടെ നടപടിയൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ആരും സമാധാനപ്പെടണ്ട. മരണാനന്തരം ജീവിതം വളരെ മോശമായിരിക്കും. കടുത്ത നരകാഗ്നിയാണ് അവരുടെ മുഖങ്ങളെ ചുട്ടുകരിച്ചു കളയുന്ന, എല്ലാ ഭാഗത്തു നിന്നും അവരെ വെറുക്കിക്കളയുന്ന കഠിനമായ നരകാഗ്നിയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതെന്നും അതേ അവസരത്തിൽ മോമിനീങ്ങൾക്ക് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ഇന്നുവരെ ചിന്തിക്കാൻ പോലും ആകാത്തത്ര സുഖ സൗകര്യങ്ങളുടെ കേന്ദ്രവും കേദാരവുമായ സ്വർഗ്ഗപൂന്തോപ്പാണ് ഒരുക്കി വെച്ചിട്ടുള്ളതും അറിയിക്കുക എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എപ്പോഴും അങ്ങനെയാണ്, ആ അർത്ഥത്തിലാണ് സമൂഹത്തോട് സംസാരിക്കുന്നത്. അതല്ലാതെ ഇസ്ലാമായിട്ടില്ലാത്തവനെയൊക്കെ അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ലാത്ത എതിരാളിയെയൊക്കെ ബോംബ് വെച്ച് തകർക്കലോ കൊലപാതകം നടത്തലോ ശിക്ഷിക്കലോ കൊന്നുകളയലോ ഒന്നും ഇസ്ലാമിന്റേതായ നിയമങ്ങളിൽ ഇല്ല. അങ്ങനെ ഉണ്ടെന്നാരെങ്കിലും ഇത് പ്രചരിപ്പിച്ചാൽ അവനും ഈ നിയമത്തിന്റെ പിടിയിലുണ്ട്. വളരെ ഗൗരവമാണ്. ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ നെയ്യാൻ പാടില്ല. ഒരു തെളിവും പ്രമാണവുമില്ലാതെ ഇസ്ലാമിന്റെ നേരെ ഈ രൂപത്തിൽ
രൂപത്തിൽ അതിന്റെ മുഖത്തെ വികൃതമാക്കി കാണിക്കുന്ന രൂപത്തിലുള്ള ഏത് പ്രചരണവും വെച്ചു പൊറുപ്പിക്കപ്പെടുകയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞു, സമൂഹത്തിന്റെ ഇടയിൽ പലരും ഒന്നിച്ചു ജീവിക്കുമ്പോൾ ഒരാളുടെ കബീല പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കരുത്, ഒരാളുടെ ഗോത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കരുത്, ഒരാളുടെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കരുത്, ഒരാളുടെ ദേശത്തിന്റെ പേരിൽ ആക്ഷേപിക്കരുത്. അയാൾ ഇന്ന നാട്ടുകാരനാണ്, അല്ലെങ്കിൽ അയാളുടെ കളർ ഇന്നതാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാഷ ഇന്നതാണ്, അല്ലെങ്കിൽ അയാളുടെ വംശം കബീല ഗോത്രം ഇന്നതാണ്. അതിന്റെ ഒന്നും പേരിൽ സംസാരിച്ച് പരസ്പരം കുറ്റപ്പെടുത്താൻ പാടില്ല. ഇസ്ലാം അതിനൊന്നും മേന്മ കാണിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് കറുത്തവനോ വെളുത്തവനോ ഏത് ഭാഷ സംസാരിക്കുന്നവനോ ആരോ എന്നൊന്നും ഇസ്ലാം നോക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാവരും നിങ്ങളൊക്കെ ആദമിൽ നിന്ന് ആദമിന്റെ മക്കളാണ്. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമി, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു മഹത്വമില്ല. വലാ ലിഅബിയല്ല അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാളും ഒരു മെച്ചവുമില്ല. എല്ലാവർക്കും അല്ലാഹു മഹത്വവും പ്രാധാന്യവും മേന്മയും ഒക്കെ കൽപ്പിച്ചു കൊടുക്കുന്ന മാനദണ്ഡം ഒന്നേയുള്ളൂ, അത് തഖ്വയാണ്. അത് തഖ്വയാണ്. അതാണ് ഇസ്ലാം ഗൗരവത്തോടെ സൂറത്തുൽ ഹുജറാത്തിലെ വളരെ കൃത്യമായി 13-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നിശ്ചയമായി നാം നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളുടെ ഉത്ഭവം. വജഅൽനാകും, നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തന്നു, നിങ്ങളെ നാം ആക്കി ശുഊബൻ, വ്യത്യസ്ത ഗോത്രങ്ങളും ഖബായില, വ്യത്യസ്ത വംശങ്ങളും ഗോത്രങ്ങളും കബീലകളും കുടുംബങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് എന്തിനാ? ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ ആ നാട്ടിൽ വലിയ പേരുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് പരസ്പരം നിങ്ങൾ പെരുമ നടിക്കാനല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ അതിന്റെ ഒന്നും പേരിൽ തറവാടിത്ത മേന്മെന്നും പറഞ്ഞ് ആരും പരസ്പരം ചണ്ട കൂടരുത്. ഇസ്ലാം പറയാണ് അതിനൊന്നും ഒരു മേന്മയിൽ, അതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചതിൽ തആറഫു, നിങ്ങൾ പരസ്പരം അറിയാനാ. എനിക്കൊരു ഇനീഷ്യൽ ഉണ്ടെങ്കിലല്ലേ ഞാൻ അറിയാം. എല്ലാവർക്കും ഓരോ കുടുംബ പേരും അതിന്റെ ഒരു ചുരുക്ക നെയ്മൊക്കെ ഉണ്ടെങ്കിലല്ലേ പരസ്പരം അറിയാം. അതിനുവേണ്ടി നിശ്ചയിച്ചതാണ് ഈ കുടുംബ നെയ്മും ഫാമിലി നെയ്മും ഈ ഖബീലയും ഗോത്രമൊക്കെ പരസ്പരം തിരിച്ചറിയപ്പെടാം. അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ പരസ്പരം തിരിച്ചറിയും, അതിനു വേണ്ടിയാ. അല്ലാതെ അതിന്റെ മേൽ മേന്മ നടിക്കാനല്ല. മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആരാണ്? അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പടച്ചോനെ പേടിയായിരിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖിയാരാണ്. അവന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ. അവൻ നിറം ഏത് എന്നൊരു പ്രശ്നമല്ല, അവൻ സംസാരിക്കുന്ന ഭാഷ ഏത് എന്നൊരു പ്രശ്നമല്ല, ഏത് നാട്ടിന്റെ പ്രതിനിധിയാണ് എന്നൊരു പ്രശ്നമില്ല, അവന്റെ രൂപം എന്താണെന്ന് പ്രശ്നമില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്ക്, കോലങ്ങളിലേക്ക്, നിങ്ങളുടെ ബോഡിയുടെ ആകാരങ്ങളിലേക്കൊന്നുമല്ല അള്ളാഹു നോക്കുന്നത്. തഖ്വയുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന നിങ്ങളുടെ ആ ഹൃദയം ഉണ്ടല്ലോ, അതെത്ര ശുദ്ധമാണെന്ന് അള്ളാഹു നോക്കുന്നത്. ആ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല നിയത്തോടെ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്തൊക്കെയാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് അതിനാണ് പ്രാധാന്യമുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കളറിന്റെ പേരിൽ ആക്ഷേപിച്ചപ്പോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് രണ്ടാൾ തമ്മിൽ വഴക്കായപ്പോ ഒരാൾ മറ്റേ ആളെന്ന് വിളിച്ചു. എത്ര അധികമൊന്നും വിളിച്ചിട്ടില്ല. യബ്ന സൗദ, യബ്ന സൗദ, കറുത്തവളുടെ മോനെ, കറുത്തവളുടെ മോനെ ഒരാൾ മറ്റൊരാളെ വർത്താനത്തിന്റെ ഇടയിൽ ഒന്ന് തോണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പറഞ്ഞ ആളെ വിളിച്ചിട്ട് മുഖമൊക്കെ ചുവന്ന് വളരെ വിവർണമായ മുഖത്തോടെ ഒച്ചയിട്ട് ശബ്ദത്തിൽ ഗൗരവത്തോടെ പറഞ്ഞു, ഇന്നക മർഉൻ ഫീക ജാഹിലിയ, എടോ നിന്നിലൊന്നും ജാഹിലിയത്ത് പോയിട്ടില്ല. ആ പഴകി കുളിച്ച ജാഹിലിയത്ത്, ജീർണിച്ച ജാഹിലിയത്ത് നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും നിന്നിൽ അത് നിലകൊള്ളുന്നുവോ? ഇബ്നു സൗദ കർത്തോളം മോനേനെന്ന് സംസാരിച്ചിടക്ക് വന്നു പോയി. നോക്കണം എത്ര ഗൗരവത്തോടെ ഇസ്ലാം കാണുന്നു. നിറത്തിന്റെയും ഭാഷയുടെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും ഖബീലയുടെയും ഗോത്രത്തിന്റെയും ഒന്നിന്റെയും പേരിൽ അഹങ്കരിക്കാൻ മനുഷ്യ നിനക്ക് വകുപ്പില്ല. തഖ്വയോടുകൂടെ ജീവിക്കുക, അതിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. അതല്ലാതെ അതിന്റെ പേരിലുള്ള ആക്ഷേപങ്ങളും വിഭാഗീയതകളും ചേരിതിരിച്ചിലുകളും ഒരു രാജ്യത്തുണ്ടായാൽ അതും വെച്ചുപൊറിപ്പിക്കാത്തതാണെന്ന്
ഇവിടെ പ്രത്യേകമായി ഇറങ്ങിയിട്ടുള്ള നിയമത്തിലുള്ളതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിൻ്റെതായ നിയമങ്ങളും അതിന്റെ പ്രമാണങ്ങളും അതിന്റെ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ ഇസ്ലാം വരച്ചു കാണിച്ചിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ലഭ്യമായ ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കി ആ നിലക്ക് മുന്നോട്ട് പോകാൻ, സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ആ നിലക്കുള്ള ദഅവത്തുകൾ നടത്താൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങളുടെ കൂട്ടത്തിൽ സമ്പൂർണമായ നീതി അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് ആദർശപരമായി അല്ലെങ്കിൽ മറ്റൊരു മതക്കാരനായി എന്നതിന്റെ പേരിൽ അനീതി ചെയ്യാൻ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങളെപ്പോഴും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളായി അനീതിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ നീതിയിൽ നിങ്ങൾ നിലകൊള്ളണം. എന്നിട്ട് പറഞ്ഞു ഇസ്ലാം, വലാ യജ്രിമന്നക്കും, നിങ്ങളെ പ്രേരിപ്പിക്കരുത്, നിങ്ങളെ പ്രേരിപ്പിച്ചുകൂടാത്തതാണ് ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിദ്വേഷം നിങ്ങളുടെ എതിരാളിയാണ്, നിങ്ങളുടെ എതിർ മതവിഭാഗക്കാരനാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു എതിരാളിയോടുള്ള പകയും ആദർശപരമായിട്ട് അവനോടുള്ള അഭിപ്രായ വ്യത്യാസവും ഒന്നും നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി കാണിക്കുന്നതിനതും തടസ്സമാകരുത്. നീതി ചെയ്യുമ്പോ അതാരാ നോക്കിയിട്ടല്ല, മുഖം നോക്കാതെയാണ് നടപടിയെടുക്കുന്നത്. നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹു സൂക്ഷ്മമായി അറിഞ്ഞു പറഞ്ഞു തരുന്നവനാണ്. സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്ത്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സുഹൃത്തുക്കളെ, മുൻഗാമികളായ നല്ലവരായ ഭരണാധികാരികൾ അവരെല്ലാവരും ആരെന്ന് നോക്കിയിട്ടല്ല, തെറ്റ് ആര് ചെയ്തോ അവരെ ശിക്ഷിക്കുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് സമൂഹത്തോട് പറഞ്ഞു, മുമ്പുള്ള ആളുകളൊക്കെ അവരിലെ മാന്യന്മാര്, വലിയവരെന്ന് പറയുന്ന ആളുകൾ തെറ്റ് ചെയ്താൽ കണ്ണു ചിമ്മുകയും അവരിലെ വഴീഫുകൾ ദുർബലന്മാർ തെറ്റ് ചെയ്താൽ നിർദാക്ഷിണ്യം അവർക്കെതിരെ ശിക്ഷ വിധിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ നിയോഗിക്കപ്പെട്ടത് അതിനല്ല, ഞാൻ നീതി നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ശുപാർശയുമായി വന്നയാളോട് പറഞ്ഞത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമം അത് ആര് ചെയ്താലും ആ നിയമത്തെ ലംഘിച്ചവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല, അതെന്റെ മോളാണെങ്കിലും അതെന്റെ മകളാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫാത്തിമ ബിൻത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തി എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാലും അവളുടെ കൈയും ഞാൻ കൊത്തി മുറിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചത് അങ്ങനെ മാത്രമേ അവിടുന്ന് ജീവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ടാണ്. അങ്ങനെ മാത്രമേ തുടർന്നും അദ്ദേഹം അവിടുന്ന് വിധിച്ചിട്ടുള്ളൂ. ശേഷമുള്ള ഖലീഫമാരും അങ്ങനെ തന്നെ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ശേഷം പലരും ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ, ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കടങ്ങി നിൽക്കുന്ന എല്ലാ ഭരണാധികാരികളും നീതിക്ക് വേണ്ടി നിലക്കുന്നു. നീതിയുടേതായ നിലക്ക് അവർ ശ്രദ്ധിച്ചു. ആ നിലക്ക് ഇസ്ലാം നിയമം നടപ്പിലാക്കുന്നിടത്ത് എനിക്കൊരാളോട് വിരോധമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ ആളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അയാളെ സംരക്ഷിച്ച് എനിക്ക് എതിരുള്ള ആൾക്കെതിരെ നിയമം നടപ്പിലാക്കുക എന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നീതിയാണ്. അവിടെ ആളെ നോക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. യഹൂദിയും മുസ്ലിമും തമ്മിൽ ഉള്ള കേസുകളിൽ മുസ്ലിമാണ് തെറ്റ് ചെയ്തതെന്നറിയുമ്പോൾ
പറയുമ്പോൾ മുസ്ലിമിനെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ എടുക്കുന്ന ഭരണാധികാരികൾ യഹൂദിയെ വെറുതെ വിടുന്നു. അവിടെ യഹൂദിയോട് അയാൾ യഹൂദിയാണല്ലോ എന്ന നിലക്കുള്ള വീക്ഷണ വ്യത്യാസമൊന്നും നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവിടെ ഒരിക്കലും തടസ്സമാകുന്നില്ല. അത് ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും എവിടെയൊക്കെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെ കുറിച്ചും കൃത്യമായ പഠനങ്ങൾ നടക്കണം. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് മുസ്ലിമീങ്ങൾക്ക് പോലും അറിയാത്ത ഒരു ദുരന്തത്തിന് നമ്മളാരും മൂകസാക്ഷികളാവരുത്. നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ സുന്ദരമായ കാര്യങ്ങളെ സംബന്ധിച്ച് സമൂഹത്തോട് പറയാൻ മാത്രം പ്രമാണബദ്ധമായ നിലയ്ക്ക് അറിവ് നേടിയവരായി നമ്മൾ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്സത്തോടുകൂടെ എന്ന് മുസ്ലിമീങ്ങളായി തന്നെ ജീവിച്ച ഇസ്സത്തോടെ ഇസ്ലാമിക ദഅവത്തിന്റെ രംഗത്ത് ശോഭിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. പല കാരണങ്ങളാൽ മനസ്സും ശരീരവും ഒക്കെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ, സമ്പൂർണമായി നീ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ വേദനകൾ നീ ഇല്ലാതാക്കി കൊടുത്തുകൊണ്ട് സമ്പൂർണമായി സുഖം നൽകി നീ അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹുവേ നീ പൊറുത്തു കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നീ നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് ചേർക്കണമേ. നാഥ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ മുവഹ്ഹിദുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منا وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا